കഴിവുള്ള നടികൾ ഇപ്പോൾ കാണാറില്ലല്ലോ എന്നുള്ളത്. അതുപോലൊരു നടിയാണ് പ്രസീത മേനോൻ. ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടിയാണ്. ശരിക്കും പറഞ്ഞാൽ കൽപ്പന ചെയ്ത എല്ലാ റോളും അതിമനോഹരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു നടിയാണ് പ്രസീത. അപ്പോൾ അച്ഛൻ നൈജീരിയയിലായിരുന്നു ജോലി, അങ്ങനെ ചെറുപ്പകാലമൊക്കെ അവിടെ ആയിരുന്നു. അതുപോലെ തന്നെ സിനിമയിൽ വന്ന് അച്ഛൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയായിട്ട് നല്ല ബന്ധമാണ്. അമ്മ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമാ ലോകമായിട്ട് നല്ല ബന്ധമാണ്. ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ ആദ്യ സിനിമ മൂന്നാം മുറിയാണ് മോഹൻലാലിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഉത്സവപ്പിറ്റെന്ന്, വരവേൽപ്പ്, വടക്കം വീരഗാഥ, പ്രാദേശിക വാർത്തകൾ, അങ്ങനെ പ്രസീതയുടെ ഒരുപാട് പടങ്ങൾ പ്രസീത അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു, അതുപോലെ തന്നെ കോമഡിയൊക്കെ എന്ത് മനോഹരമായിട്ട് ചെയ്യാമെന്നറിയാം. മഴയെത്തും മുമ്പേ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, അതൊക്കെ ഭയങ്കര കോമഡിയാണ് പ്രസീതയുടെ. അതുപോലെ പഞ്ചാബി ഹൗസ്, പത്രം, പിന്നെ അതുപോലെ തന്നെ ഇടുക്കി ഗോളിൽ നായികയ്ക്ക് തുല്യമായുള്ള കഥാപാത്രമാണ് അഭിനയിച്ചുകൊണ്ട്. അതുപോലെ തന്നെ പറക്കുന്നിളയിൽ ഒരൊറ്റ സീനാണല്ലോ, ആ സീനിൽ കലകി പൊളിക്കും. അതിന് ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്ത് പ്രസീതേനെ നമ്മൾ ആരും കാണാണ്ടായി. പ്രസീതേനെ നമ്മൾ ഒരു സിനിമയിലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് വക്കീലിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ കുറച്ച് പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറേ സമയം മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ബഡായി ബംഗ്ലാവിലെ അമ്മായിയായി വന്നത്. അപ്പോഴാണ് പെട്ടെന്ന് പ്രസീതയുടെ ഭാവങ്ങളും രൂപങ്ങളൊക്കെ മാറി ഭയങ്കര തടിയായി. എന്നിരുന്നാലും അതിൽ പറയുന്ന ഡയലോഗുകൾ ശരിക്കൊരു സൂപ്പർ ഹിറ്റ് ഒരു പ്രോഗ്രാമായിരുന്നു മുകേഷ് അഭിനയിച്ച ബഡായി ബംഗ്ലാവ്. അതിൽ അമ്മായിയായിട്ട് തകർത്ത് അഭിനയിച്ചു. നമ്മളത് കാത്തിരിക്കുക എപ്പിസോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കഴിവുള്ളൊരു വ്യക്തിനെ സിനിമാ ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പം മുതൽ അഭിനയിച്ച് കഴിവുള്ളൊരു വ്യക്തിനെ സിനിമാ ലോകം മറന്നു എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ പ്രസീതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൽപ്പന എന്തൊക്കെ റോള് ചെയ്യുന്നോ അതേ റോൾ തന്നെ നമ്മൾ അതിലും മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു നടിയാണ്. ഇപ്പോൾ പ്രസീത സിനിമയിലെ അഭിനയമൊക്കെ നിർത്തി ഇപ്പോൾ വക്കീലായിട്ട് എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഴിവുള്ള നടിയാണ്. എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് തിരിച്ചു വരണം. സിനിമാക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് പ്രസീതേനെ. പ്രസീതയുടെ ഒരു ഭയങ്കര ഒരു ചെറിയുണ്ട്, ചെറിയൊരു പൂച്ചക്കണ്ണുണ്ട്, അതുപോലെ ഒരു കുഴിയുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു കോമഡി ചെറിയുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇത്രയും സിനിമകളിൽ ചെയ്തിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രസീതയോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരും. ഒന്നുമില്ലെങ്കിൽ ഒരു 2 പടത്തിലെങ്കിലും ഒരു കൊല്ലത്തിൽ അഭിനയിക്കുക, ബാക്കിയുള്ള സമയം നോക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിവുള്ള നടികൾ വേറെ ഏതെങ്കിലും പ്രൊഫഷനിൽ പോയിട്ട് ഒതുങ്ങി നിൽക്കരുത്. കൽപ്പനയ്ക്ക് പകരം ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഒരു നടിയാണ്, അതുപോലെ കഴിവുള്ളൊരു വ്യക്തിയാണ് പ്രസീത. പക്ഷേ നമ്മുടെ മലയാള സിനിമ അത് ചെയ്യില്ല. മലയാള സിനിമയ്ക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും പ്രൊമോട്ട് ചെയ്യില്ല, ഇവരൊക്കെ തള്ളിക്കളയും. അപ്പോൾ കഴിവുണ്ടെന്ന് പറഞ്ഞ് മാത്രം മലയാള സിനിമയിൽ ആർക്കും നിലനിൽപ്പില്ല. മറ്റ് ചിലതൊക്കെ ആവശ്യമാണ് മലയാള സിനിമയിൽ.